Hi everyone, good morning. Today we discuss about final accounts of joint stock company. This is the first video of the chapter joint stock company. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് ഓൾഡ് മെത്തേഡ് അനുസരിച്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. അപ്പോൾ ന്യൂ മെത്തേഡ് അനുസരിച്ച് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല, പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. The preparation of final account of a joint stock company includes the preparation of a set of accounts and statement at the end of a financial year. The final accounts include trading account, profit and loss account, profit and loss appropriation account and balance sheet. അതായത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓൾഡ് മെത്തേഡ് അനുസരിച്ച് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ ബാലൻസ് ഷീറ്റ്. ചില കേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും, അതായത് ട്രാൻസ്ഫർ ടു റിസർവ്, അതുപോലെ തന്നെ ഇൻ്ററിം ആൻഡ് ഫൈനൽ ഡിവിഡൻഡ് പെയ്ഡ്. ഈ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യേണ്ടത് വരും? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായി വരും. അപ്പോൾ ന്യൂ മെത്തേഡ് അനുസരിച്ച് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? എന്തിനു വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ഐറ്റംസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ആ ഡയറക്റ്റ് ഐറ്റംസ് ആണ് വരുന്നത്. അതായത് ഡയറക്റ്റ് ടു പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ്, പിന്നെ വേജസ്, അതേപോലെ കാരേജ് ഇൻവേർഡ്സ്, ഈ രീതിയിലുള്ള ഡയറക്റ്റ് ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഈ ബിസിനസ് പരമായി അതിനെത്ര ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ബിസിനസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ മാത്രം എത്ര ലാഭമുണ്ട്, നഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റിസൾട്ട് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. നെറ്റ് റിസൾട്ട് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരിക, ക്രെഡിറ്റ് സൈഡിൽ ഇൻകാണ്. അപ്പോൾ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് പ്രൊഡക്ഷന് നേരിട്ട് ബന്ധം ഇല്ലാത്തത്, അതായത് ഫാക്ടറി എന്നുള്ള ഹെഡിൽ വരാത്തത്, ഫാക്ടറി എന്നുള്ള ഹെഡിൽ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. സാലറി, അതേപോലെ റെൻറ്റ് റേറ്റ്സ്, ടാക്സ്, പിന്നെ ഇലക്ട്രിസിറ്റി ചാർജ് എക്സെട്ര, ഈ രീതിയിലുള്ള ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ മറ്റു വരുന്ന ഐറ്റംസ് ട്രാൻസ്ഫർ ടു റിസർവ്, പിന്നെ ഡിവിഡൻഡ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസാണ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്
എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് അതിന് എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് എത്രത്തോളം അസറ്റ്സ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള ലയബിലിറ്റിയെ പാടുള്ളൂ. അപ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. പിന്നെ ഒരു ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോട്ട് എൻ അക്കൗണ്ട്, അതെന്തല്ല, ഒരു അക്കൗണ്ട് അല്ല, അതെന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെന്തില്ല, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഇല്ല. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഷോസ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഷോസ് അസറ്റ്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റീസ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ്സ് ആണ്. പിന്നെ ബാലൻസ് ഷീറ്റ് എല്ലായ്പ്പോഴും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്, ട്രയൽ ബാലൻസ് അല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എപ്പോഴും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലേ. ബട്ട് ദർ ആർ സം ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റും ട്രയൽ ബാലൻസും തമ്മിൽ ചില ഡിഫറൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താണ്, അസറ്റ്സും ലയബിലിറ്റീസും ആണ്. ബാലൻസ് ഷീറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ബട്ട് ട്രയൽ ബാലൻസ് കൺസിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡാണ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് എന്ന് പറയുന്ന സമയത്ത് ട്രയൽ ബാലൻസിൽ എന്താണ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആണ്. പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസം, സാധാരണ എന്താണ്, ഇയർ എൻഡിങ്ങിലാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എൻഡിങ്ങിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ ഡേറ്റിനുള്ള എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ഷീറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ട്രയൽ ബാലൻസ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസിന് ശേഷമാണ്. ട്രയൽ ബാലൻസിൽ നിന്നാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് ഫ്രം വേരിയസ് ലെഡ്ജർ അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതോ വേരിയസ് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്നാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ഷീറ്റ് കണ്ടെയ്ൻസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബാലൻസ് ഷീറ്റിന് എന്തുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ട്രയൽ ബാലൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ട്രയൽ ബാലൻസിൽ ഏതില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല. പിന്നെ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസ് ഓരോ മാസം അവസാനം വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ബട്ട് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെയോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെന്ന് എന്തില്ല, കമ്പൽസറി ഇല്ല. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല. ബട്ട് ഇറ്റ് ഈസ് കമ്പൽസറി ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് എന്താണ്, കമ്പൽസറി ആണ്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ, ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ, represents the relationship between the assets, liabilities and owner's equity of a person or business. It is the foundation for the double entry bookkeeping system. For each transaction, the total debits equal to total credits. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഓർ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഈക്വിറ്റി. ഈ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നുണ്ട്, ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി.
ഇതെന്താണ്? അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് അല്ലേ. പിന്നെ എപ്പോഴും എന്താണ്? ഈച്ച് ട്രാൻസാക്ഷൻ ദ ടോട്ടൽ ഡെബിറ്റ്സ് ഈക്വൽ ടു ദ ടോട്ടൽ ക്രെഡിറ്റ്. അതാണ് ഡബിൾ എൻട്രി. എന്താണ്? ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോമാറ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ.